ബി.ജെ.പി. രാജ്യത്ത് അധികാരത്തിൽ വന്നത് എങ്ങനെയാണെന്നതിന്റെ ഉദാഹരണമാണ് കണ്ണാടിയിൽ കണ്ടതെന്ന് CPM നേതാവ് A.K. ബാലൻ. ഇതുപോലെ കള്ളപ്പണവും വർഗീയ ധ്രുവീകരണവും നടത്തിയ മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ടായിട്ടില്ല. ശോഭ എന്നെങ്കിലും നേര് പറഞ്ഞിട്ടുണ്ടോ എന്നും ബാലൻ ചോദിച്ചു. ഒരു ഭാഗത്ത് BJPയും മറുപക്ഷത്ത് UDFും ഇത് ചെയ്തു. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ നിൽക്കുന്നുവെന്നും ബാലൻ പറഞ്ഞു. പ്രളയം സൃഷ്ടിച്ചതാണെന്നതിന് തെളിവുമായി മാത്യു കുഴൽനാടൻ കൊണ്ടുവന്നത് വൃത്തികെട്ട ആരോപണമാണെന്നും ബാലൻ ആരോപിച്ചു. ഇതേപോലെ കള്ളപ്പണവും കള്ളപ്രചരണവും വർഗീയ ധ്രുവീകരണവും നടന്ന ഒരു കാലഘട്ടവും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലില്ല. വർഗീയ ധ്രുവീകരണത്തിന് വലിയ ശ്രമം ഒരു ഭാഗത്ത് UDFും മറ്റൊരു ഭാഗത്ത് BJPയുമാണ് നടത്തിയത്. പക്ഷേ അതിനെതിരായി മതനിരപേക്ഷ ശക്തികൾ മറ്റൊരിക്കലും കാണാത്ത രൂപത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. വർഗീയ ധ്രുവീകരണത്തിന് വലിയ ശ്രമം അവർ നടത്തിയതാണ്. അതിനെ അതാത് ജനവിഭാഗം തന്നെ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. കള്ളപ്രചരണം അതിൻ്റെ പരിധിയൊക്കെ വിട്ടു. അവസാനം മാത്യു കുഴൽനാടൻ നടത്തിയിട്ടുള്ള ഏറ്റവും വൃത്തികെട്ടൊരു ആരോപണമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിയമസഭ പ്രത്യേക സമ്മേളനം ചേർന്ന് ഒരു ഘട്ടത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ച നിങ്ങൾ ഓർക്കും. അതിന് മറുപടി നൽകിയതാണ്. മദ്രാസ് IIT, നാഷണൽ വാട്ടർ അതോറിറ്റി, എക്സ്പേർട്ട് കമ്മിറ്റി ഇതെല്ലാം പരിശോധിച്ച് കോടതിയുടെ ഉത്തരവും വന്നു. ഈ പ്രളയം എന്ന് പറയുന്നത് 2018 പ്രളയം എന്ന് പറയുന്നത് കൃത്രിമമായി ഉണ്ടായതല്ല, പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന്. എന്നിട്ട് ഇപ്പോഴാണത് കുത്തിപ്പോക്കുന്നത്. കള്ളപ്പണം എങ്ങനെയാണ് ഒഴുക്കിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ഇന്നലെ നിങ്ങൾ തന്നെ കണ്ണാടിയിൽ കണ്ടുപിടിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ പ്രളയമാണ് ഇവിടെ കാണുന്നത്. BJP RSS ശക്തികൾ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ കണ്ടത്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ ജനങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്, വോട്ടവകാശം എന്ന് പറയുന്നത് പണത്തിന് അടിമപ്പെടും എന്നുള്ളതിൻ്റെ തെളിവാണത്. കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നിയമവും അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളും യോജിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം 12-ൽ 10 LDFനായിരുന്നു, 47% വോട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിനേക്കാളും സീറ്റ് ലഭിച്ച് നല്ല ജനകീയ അംഗീകാരത്തോടുകൂടി പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ നിയമസഭയിലേക്ക് എത്തും. UTV ന്യൂസ്, പാലക്കാട്.